ഹലോ എവ്രി വൺ, അപ്പം നമ്മുടെ മറ്റൊരു വ്ളോഗിലേക്ക് വീണ്ടും വെൽക്കം. ഇന്ന് നമ്മൾ പോകാൻ പോണത് സിറ്റിയിൽ ഏതോ ഒരു മ്യൂസിയം എന്നാണ് പറഞ്ഞത്. അപ്പോൾ മ്യൂസിയം പോവുക, എവിടെയെങ്കിലും ഒരു നല്ല പ്ലേസിൽ പോയിട്ട് ഫുഡ് കഴിക്കുക. ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. ഓക്കെ, സേ ഹായ് സർ. ഇന്ന് ഞാൻ ഓസ്ട്രേലിയ വന്നിട്ട് ട്രൈ ചെയ്ത ഒരു ജിഞ്ചർ ബിയർ ആണ്. ആൻഡ് ഇതെനിക്ക് വളരെ ഇഷ്ടമാണ്. നാട്ടിലെ ജീരക സോഡ ഏതാ ശരിയാണ്. എന്തായാലും സാധനം കൊള്ളാം. സുന്ദര, ഏത് ബിൽഡിംഗ്? ഓ വാവ്, ഒന്നും പറയാല്ല, നല്ല അടിപൊളി സ്ഥലം. ബ്രിഡ്ജട്ടൺ അല്ലേ? ബ്രിഡ്ജട്ടൺ, ഇറ്റ് ഗിവ്സ് മീ ബ്രിഡ്ജട്ടൺ വൈബ്സ്. ആ ഫൗണ്ടൻ നോക്ക്, സോ ഗുഡ്. അപ്പം നമ്മൾ ഈ കണ്ട ഗാർഡനാണ് കാൾട്ടൺ ഗാർഡൻസ് ട്ടോ. ആൻഡ് ഈ ബിൽഡിങ്ങിൻ്റെ പേരാണ് റോയൽ എക്സിബിഷൻ ബിൽഡിംഗ്. കാരണം അതിൻ്റെ അകത്ത് ഒരു ഗാലറിയൊക്കെ ഉണ്ടെന്നാണ് കേട്ടത്. നമ്മൾ അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് അതിൻ്റെ അപ്പുറത്ത് തന്നെയാണ് മെൽബൺ മ്യൂസിയം ഉള്ളത്. പിന്നെ ഇതൊരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് കൂടിയാണ്. എന്താണ് പറയാനുള്ളത്? പുല്ല് നശിപ്പിക്കാണ്ടിരിക്കാനാണ് അവിടെ ആ സാധനം കെട്ടിയിട്ടുള്ളത്. വെരി ബാഡ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇതാണ് എക്സിബിഷൻ സെൻറ്റർ. ആൻഡ് ആ കാണുന്ന ഗ്ലാസ് ബിൽഡിംഗ് ആണ് മ്യൂസിയം. നല്ല അടിപൊളി പ്ലേസ് ആയിട്ടോ, വന്നിരിക്കാനൊക്കെ ഇറ്റ്സ് സോ ഗുഡ്. വളരെ കാമാണ്. പ്ലേസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ. നെക്സ്റ്റ് നമ്മൾ എവിടേക്കാ പോണേ? പാപ്പുത്തിനാണ് എവിടേക്കാ പോണേ? ബുച്ചേഴ്സ് ഡൈനറിലേക്ക് നമ്മൾ സാൻഡ്വിച്ച് കഴിക്കാൻ വേണ്ടി പോവാണ്. പക്ഷെ അത് കുറേ ദിവസമായിട്ട് ഹൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാൻഡ്വിച്ചാണ്. നമ്മളത് കഴിക്കാനാണ് പോകുന്നത്. ഓക്കെ, 7 കൊല്ലമായിട്ട് ഇവിടെ താമസിക്കുന്ന ഒരാളാണ്. എന്നിട്ട് ട്രാമ തെറ്റിച്ച് കയറ്റി വലത്തോട്ട് പോകേണ്ടതിന് പകരം നമ്മൾ ഇടത്തോട്ട് പോയി. എങ്ങനെയായാലും ഇനി നമ്മൾ തിരിച്ച് വേറൊരു ട്രാം എടുത്തിട്ട് വേറെ അങ്ങോട്ടോ പോകണം. ഇല്ല, ഇങ്ങോട്ട് കൊടുത്താണല്ലേ. ഇങ്ങോട്ട് നോക്കൂ, നാണാണോ? നമ്മൾ ബുച്ചേഴ്സ് ഡൈനർ എത്തിയിരിക്കുന്നു. സോ വൈൽ വി വെയിറ്റ് ഫോർ ദ ഫുഡ്, അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ഇതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് ഇവിടെ കുറച്ച് മീറ്റ് ഏജ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് വലിയ ഫ്രീസറിൽ. ആൻഡ് ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്.
ഇതൊക്കെയാണ് അവിടുത്തെ മെനു. വായിച്ചിട്ടൊന്നും മനസ്സിലായില്ല. അറ്റ്ലീസ്റ്റ് ഒരു പിക്ചർ കണ്ടാലെങ്കിലാണ് നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുക. പിന്നെ ഇവിടെ ടേബിളിൽ ആൽക്കഹോൾ വൈപ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് തിങ്. എക്സ്പീരിയൻസ് ഇൻസ്റ്റാഗ്രാം വീണ്ടും ഞാൻ ഓർഡർ ചെയ്ത് പിന്നെ കുഴപ്പമില്ലായിരുന്നല്ലോ, പക്ഷെ വിശാൽ ഓർഡർ ചെയ്ത് ഭയങ്കര മോശം സാധനമായിരുന്നു. വളരെ മോശം സാധനമായിരുന്നു. കാരണം കഴിച്ചപ്പോൾ തന്നെ ഒരുമാതിരി വൃത്തികെട്ട മണമായിരുന്നു. എനിക്ക് ആ മണം ഒട്ടും ഇഷ്ടമല്ല. ഇവിടുത്തെ മീറ്റിൻ്റെ മണം എന്നാണ് പറയുന്നത്. പ്ലിങ്ങോ ആയിട്ട് ഇരിക്കുന്നത് കണ്ടോ? പ്ലിങ്ങോ ആയല്ലോ, സാരമില്ല. ചോറും ഉണ്ടാവും. അതെ. നെക്സ്റ്റിന് എനിക്കൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. അപ്പോൾ വിശാലിന് അറിയണ ഏതോ ഒരു പ്ലേസ് ഉണ്ടെന്നും പറഞ്ഞിട്ട് അങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ചൈന ടൗൺ വഴിയാണ് പാസ് ചെയ്യണത്. സോ ഈ സ്ട്രീറ്റിൽ കാണുന്നത് മുഴുവൻ ചൈനീസ് ഷോപ്സാണ്. ആൻഡ് മെൽബണിൽ വന്നിട്ട് നല്ലൊരു ശതമാനം ചൈനീസ് സെറ്റിൽമെൻ്റ് ഉണ്ട്. ഇപ്പോൾ എയർപോർട്ടിലായാലും ഇവിടെ സിറ്റിയിലോട്ട് വന്നാലും ഒരുപാട് ചൈനീസ് ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരുപാട് ചൈനീസ് ഈറ്ററീസ് ഉണ്ട്, ചൈനീസ് ഷോപ്സ് ഉണ്ട്. അങ്ങനെ നല്ല രസമാണ് ആക്ച്വലി ഇതിൽ കൂടെ നടക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് കാണാം, ഈ കാണുന്നതൊക്കെ ചൈനീസിലാണ്. ബോർഡ്സൊക്കെ മാൻഡറിനിലാണ് എഴുതിയെടുക്കണത് എല്ലാം ബോർഡ്സൊക്കെ. ആൻഡ് ഈ സ്ട്രീറ്റിൽ കൂടെ നടക്കുക നല്ലൊരു രസമുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ഇയാളെ കാണാൻ സുഭാഷ് ചന്ദ്രബോസിന്റെ ഒരു ചായ. ഡോക്ടർ സുൻ യത് സെൻ, Sun Yat-sen, the founder of modern China. ഇയാളെ ഒട്ടൊരു ചൈനീസ് ചായ ഇല്ല. സ്ഥലം മൊത്തം നല്ല ഉണക്കമീൻ്റെ മണം കേട്ടോ. നമ്മൾ കഴിച്ച ഇറച്ചിക്കും നല്ല ഉണക്കമീൻ്റെ ഫ്ലേവറായിരുന്നു. വിശാലാണ് അത് കണ്ടുപിടിച്ചു തന്നത്. മസാജ്. അപ്പോൾ ഇറച്ചിക്ക് ഉണക്കമീൻ്റെ ടേസ്റ്റും മണം വരുന്നത് എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമായില്ല. ഇത് കണ്ടോ, ഈ ഒരു കഫേൻ്റെ പേര് ഡോട്ടറില്ലോ. അങ്ങനെ നമ്മൾ ചായക്കട എത്തിയെടുക്കുകയാണ്. ഇതൊരു തായ് ടീ ഷോപ്പാണ്. എന്താ സിലോൺ മിൽക്ക് ടീ ആണോ? ഊലോങ് ടീ ആണോ? പിന്നെന്താ? ടീ ഷോപ്പിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു അടിപൊളി ജാപ്പനീസ് ഡെസേർട്ട് ഷോപ്പ് ഉണ്ടായിരുന്നു. അവൻ്റെ പ്രസൻറ്റേഷൻ വാസ് സോ ഗുഡ്. അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറി. കാണുന്നതൊക്കെ സെറാമിക്കിൽ അവർ ചെയ്ത് വെച്ചെടുക്കണതാണ്. ലൈക്ക് ദീസ് ആർ നോട്ട് ആക്ച്വൽ ഡെസേർട്ട്സ്. ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ എടുത്ത് തരുകയാണ് ചെയ്തത്. മീൻവെൽ നമ്മുടെ ചായ വന്നു. സിലോൺ ടീ ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് എനിക്കിതിൻ്റെ ടേസ്റ്റ് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. ഒരു ഡീസൻറ്റ് ചായ ആയിരുന്നു ഇവിടെ വന്നിട്ട് കുടിച്ചതിൽ. എങ്ങനെയുണ്ട്? ഭയങ്കര മധുരം. 70% അല്ലേ?
അപ്പം അത്രയേ ഉള്ളൂ ഈ വീക്കെൻഡിലെ വിശേഷങ്ങൾ. താങ്ക് യു ഫോർ വാച്ചിങ്.